വെൽക്കം ടു ദ ബയോളജി ബ്രീഫ് ചാനൽ. SSLC ബയോളജിയിലെ ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടുത്ത ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ DNA, RNA എന്നിവയെ പറ്റിയാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജീൻസ് എന്താണെന്നാണ് പറഞ്ഞ അവസാനം നിർത്തിയത്. ജീൻസ് എന്താണ്? നമുക്കറിയാം, ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന സെല്ലാണ്. ആ സെല്ലിനുള്ളിൽ ആ സെല്ലിലെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. ആ ന്യൂക്ലിയസിനകത്താണ് ക്രോമസോംസ് ഉണ്ടാവുക. അപ്പോൾ ജനറ്റിക് മെറ്റീരിയലിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം കണ്ടൻസ് ചെയ്ത് ക്രോമസോമുകളായി മാറുന്നു. അപ്പോൾ ഗ്രിഗർ മെൻ്റൽ ഫാക്ടർ എന്ന് പറഞ്ഞു, അത് നമ്മൾ ജീൻ എന്നുള്ള പേര് കൊടുക്കുന്നു. ആ ജീനുകൾ ക്രോമസോമിലാണെന്ന് പിന്നെ കണ്ടെത്തപ്പെടും. അപ്പോൾ ഒരു ജനറേഷൻ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോഴത്തേക്ക് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുമ്പോൾ ആ ന്യൂക്ലിയസിലുള്ള ക്രോമസോമുകളാണ് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചതോടുകൂടി ജീനുകളുടെ ലൊക്കേഷൻ ക്രോമസോം ആണെന്ന് കണ്ടെത്തി. നമ്മൾ അതിനെ ക്രോമസോം തിയറി ഓഫ് ഹെറിഡിറ്റി എന്ന് പറയും. അപ്പോൾ ആ ക്രോമസോം നമ്മൾ പരിശോധിച്ചാൽ ആ ക്രോമസോം ഈസ് കമ്പോസ്ഡ് ഓഫ് ടു തിങ്സ്. വൺ ഈസ് പ്രോട്ടീൻ ആൻഡ് ദി അതർ ഈസ് DNA. പിന്നീട് നമ്മുടെ ഒരു കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടീൻ ആണോ DNA ആണോ ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ള ചോദ്യത്തിലേക്ക് വരുന്നു. പിന്നെ വ്യക്തമായ പരീക്ഷണങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടെത്തുന്നു DNA ആണ് ലിവിങ് ഓർഗാനിസത്തിന്റെ പ്രധാനപ്പെട്ട ജനറ്റിക് മെറ്റീരിയൽ. DNA ആണ്. അങ്ങനെ നമ്മൾ ഉറപ്പിക്കുന്നു DNA-യിലാണ് ജീനുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതാണ് ഈ ചിത്രം കാണിക്കുന്നത്. ടെക്സ്റ്റിലെ തന്നെ ചിത്രമാണ്. സെല്ലിൽ നിന്ന് ന്യൂക്ലിയസിലേക്ക് നമ്മൾ വരുന്നു, ന്യൂക്ലിയസിൽ നിന്ന് ക്രോമസോമുകളിലേക്ക്. ക്രോമസോമിന്റെ ഒരു ഘടകമായ DNA ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദിസ് ഇസ് DNA ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ DNA-യിലാണ് ജീനിന്റെ ലൊക്കേഷൻ. അപ്പം DNA പറ്റി നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് എന്താണ് ജീൻ എന്നും ജീനിന്റെ നേച്ചർ, ജീനിന്റെ ആക്ടിവിറ്റി നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതിനു മുമ്പ് ഡിസ്കവറി ഓഫ് DNA ഹെലിക്സ്. DNA ഒരു വളരെ നീളം കൂടിയ ഒരു ഹെലിക്സ് ആണ്. ആ ഹെലിക്സിന്റെ സ്ട്രക്ചർ എന്താണ് എന്നത് കണ്ടെത്തിയത് 1953-ലാണ് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. അവരുടെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട് ഫ്രാൻസിസ് ക്രിക്ക് ആൻഡ് ജെയിംസ് വാട്സൺ ഇവർ രണ്ടുപേരും ചേർന്നാണ് DNA-യുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ കണ്ടുപിടിച്ചത്. ഇനി ആ കണ്ടുപിടുത്തത്തിലേക്ക് എത്താൻ അവരെ സഹായിച്ചെന്നാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് കണ്ടക്ടഡ് ബൈ റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ ആൻഡ് മൗറിസ് വിൽക്കിൻസ്. ഈ രണ്ടുപേർ താഴെ ഫോട്ടോ കൊടുത്ത് ഈ രണ്ടുപേരുടെയും എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ്, DNA എന്ന് പറഞ്ഞ ക്രിസ്റ്റലിന്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിന്റെ ഫലമായിട്ടാണ് അവർക്കിത് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത്. ഇനി ഈ കണ്ടുപിടുത്തത്തിന് 1962-ല് 3 പേർക്ക്, റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ ബാക്കി 3 പേർക്ക് 1962-ല് ഈ കണ്ടുപിടുത്തത്തിന് മെഡിസിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്നു. ഇനി റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ അവർ നോബൽ പ്രൈസ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത് ഡിക്ലെയർ ചെയ്യുമ്പോൾ അവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അവാർഡ് കൊടുക്കില്ല. അതുകൊണ്ട് അവർക്ക് ലഭിച്ചില്ല. ഈ 3 പേർക്കും, ക്രിക്കിനും വാട്സനും മൗറിസ് വിൽക്കിൻസിനും മെഡിസിനുള്ള നോബൽ പ്രൈസ് 1962-ല് ലഭിച്ചു. ഇനി ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ ഒരു ധാരാളം ഫോട്ടോസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫോട്ടോ ആണ് ഫോട്ടോ 51 എന്ന് അറിയപ്പെടുന്നത്. അതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ഫോട്ടോ 51. ടെക്സ്റ്റിൽ തന്നെ പറയുന്നത് ഈ ഫോട്ടോ 51-ൽ നിന്നാണ് അവർ വാട്സൺ ആൻഡ് ക്രിക്ക് DNA എന്ന് പറയുന്നത് ഒരു ഹെലിക്കൽ മോഡലിലുള്ള ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ ആണെന്ന് കണ്ടെത്താനുള്ള കാരണം അതിൽ നിന്നാണ്. അപ്പോൾ ഇതിന്റെ ഈ ഫോട്ടോയിൽ നിന്ന് തന്നെ അവർ ഇതിന്റെ സിമെട്രിയെ പറ്റി മനസ്സിലാക്കുകയും 2 സ്ട്രാൻഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് മനസ്സിലാക്കി അതിനനുസരിച്ച് അവർ ഡിസൈൻ ചെയ്തെടുത്തു. നോക്കൂ, 2 സ്ട്രാൻഡുകൾ കാണാം. ഇത് സ്ട്രാൻഡാണ്, സ്ട്രാൻഡ്. ഇപ്പൊ 2 സ്ട്രാൻഡുകൾ കാണാം. ആ സ്ട്രാൻഡിന് ഇടയ്ക്ക് കാണുന്ന റങ്സ്. ഇപ്പൊ റങ്സ് കൊണ്ട് ഫിറ്റ് ആക്കി സ്റ്റെയർ കേസ് പോലെ റൈറ്റ് ഹാൻഡഡ് ട്വിസ്റ്റിംഗ് ഉള്ള റൈറ്റ് ഹാൻഡഡ് ട്വിസ്റ്റിംഗ് ഉള്ള സ്റ്റെയർ കേസ് മാതിരി 2 സ്ട്രാൻഡുകളും അതിൻ്റെ നടുക്ക് റങ്സുമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് DNA-ക്ക് എന്ന് അവർ കണ്ടെത്തി. ഇനി DNA-യുടെ ബിൽഡിംഗ് ബ്ലോക്ക് നമ്മൾ പരിശോധിച്ചത് നമ്മൾ പറയും ന്യൂക്ലിയോടൈഡ് കൊണ്ടാണ്. ന്യൂക്ലിയോടൈഡ് കൊണ്ടാണ് DNA നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ധാരാളം ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ് ഒരു DNA നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ധാരാളം ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. DNA is made up of polymer made with the polymer of nucleotides, or it is called a polynucleotide chain. DNA നമുക്കൊരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എന്ന് വിളിക്കാം. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ എന്താണ്? ഒരു ന്യൂക്ലിയോടൈഡിൽ എന്തെല്ലാം കാണാം?
ഒരു ന്യൂക്ലിയോടൈഡ് നിങ്ങൾ പരിശോധിച്ചാൽ അതിലൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണാം, ഷുഗർ കാണാം, നൈട്രജൻ ബേസസും കാണാൻ പറ്റും. ഇതാ ഇവിടെ ഒരു ന്യൂക്ലിയോടൈഡിന്റെ ഡയഗ്രമാണ് നിങ്ങൾ ടെക്സ്റ്റിലുള്ളതാണ്. ഫോസ്ഫേറ്റ് ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് ഫോസ്ഫേറ്റ് ആണ്. ഫോസ്ഫേറ്റ് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നു. അതുപോലെ ഇതാ ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ഷുഗർ ആണ്. ഷുഗർ ഒരു 5 കാർബൺ ഷുഗർ ആണ്. 5 കാർബൺ ഷുഗറിന് റൈബോസ് എന്ന് പറയും. നമ്മളിതിന് ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. ഇനി നൈട്രജൻ ബേസ് ദാ ഇവിടെ കാണിച്ചത് നൈട്രജൻ ബേസ് ആണ്. അപ്പോൾ ഡിയോക്സി റൈബോസ് ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ടുള്ള ഒരു ബാക്ക് ബോണും ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന നൈട്രജൻ ബേസും കൊണ്ടാണ് ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ധാരാളം ന്യൂക്ലിയോടൈഡ് അടുപ്പിച്ച് പോകുമ്പോഴത്തേക്കാണ് അതൊരു സ്ട്രാൻഡായി മാറുക. അടുത്ത നമ്മൾ ഡയഗ്രത്തിലേക്ക് നോക്കുമ്പോൾ നോക്കൂ, ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാ ഇവിടെ നമുക്ക് ഫോസ്ഫേറ്റും ഷുഗറും കൊണ്ടുള്ള 2 സ്ട്രാൻഡുകൾ കാണാൻ പറ്റും. സ്ട്രാൻഡുകൾ. അപ്പോൾ ഈ 2 സ്ട്രാൻഡിൽ ഷുഗറുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നൈട്രജൻ ബേസസ് സെൻട്രലിലേക്ക് പോയിന്റ് ചെയ്യുകയാണ്. സെൻട്രലിലേക്ക് ഏതൊക്കെയാണ് നൈട്രജൻ ബേസസ് നോക്കൂ, 4 നൈട്രജൻ ബേസസ് ആണ്. 4 നൈട്രജൻ ബേസസ് വിച്ച് ആർ ദേ അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ. അപ്പൊ തൈമിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചു, THYMIN ആണ്. വേറെ വൈറ്റമിന് ഇതേ പേര് പറയും, തൈമിൻ, THIAMIN. അത് വൈറ്റമിൻ ആണ്. ഇത് നൈട്രജൻ ബേസ് ആണെങ്കിൽ നിങ്ങളുടെ സ്പെല്ലിങ് THYMIN ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. അപ്പൊ അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ എന്ന് പറഞ്ഞ 4 നൈട്രജൻ ബേസ് ആണ് ഇവിടെ കാണാൻ കഴിയുക. ഇനി അതിലും നോക്കൂ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞു 2 സ്ട്രാൻഡുകൾ കാണാം. നടുക്ക് കാണുന്ന റങ്സ് എന്ന് പറഞ്ഞ നൈട്രജൻ ബേസ് കൊണ്ടാണ് ആ 2 നൈട്രജൻ ബേസ് പെയറുകളായിട്ട് കാണുന്നത്. പെയറിങ് നടത്തുന്നു. ആരൊക്കെയാണ് പെയറിങ് നടത്തുന്നത് നോക്കൂ. ഇവിടെ അഡിനിൻ പെയർ ചെയ്യുന്നത് തൈമിനായിട്ടായിരിക്കും. അഡിനിൻ പെയർ ചെയ്യുന്നത് തൈമിനുമായിട്ടായിരിക്കും വിത്ത് ഹെൽപ്പ് ഓഫ് 2 ഹൈഡ്രജൻ ബോൺഡ്സ്. അപ്പൊ 2 സ്റ്റാൻഡിലെയും റങ്സ് ഉണ്ടായിരിക്കും. 2 സ്റ്റാൻഡിൽ നിന്നും അകത്തേക്ക് തള്ളി നിൽക്കുന്ന നൈട്രജൻ ബേസിന്റെ ഹൈഡ്രജൻ പെയറിംഗ് വഴിയാണ്. അപ്പോൾ അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ട് മാത്രമേ പെയർ ചെയ്യുള്ളൂ. ആ പെയറിംഗ് നടത്തുന്നത് 2 ഹൈഡ്രജൻ ബോണ്ടിന്റെ സഹായത്താലാണ്. നോക്കൂ, ഗുവാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ട് മാത്രം. ഗുവാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ട് പെയർ ചെയ്യും. പക്ഷെ അവിടെ 3 ഹൈഡ്രജൻ ബോണ്ട് വെച്ചാണ് അവിടെ പെയർ ചെയ്യുന്നത്. അപ്പോൾ എയും ടിയും പെയർ ചെയ്യുന്നു 2 ഹൈഡ്രജൻ ബോണ്ട്, ജിയും സിയും പെയർ ചെയ്യുന്നു 3 ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ അങ്ങനെയുള്ള പെയറിംഗ് ആണ് നടുക്ക് കാണുക. അപ്പൊ സ്ട്രാൻഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് സ്ട്രാൻഡ്സ് composed of sugar and phosphate, rungs composed of nitrogen, pairing of nitrogen bases. അങ്ങനെയാണ്. അങ്ങനെ വളരെ നീളത്തിലാണ് ഓരോ DNA നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയോടൈഡ് ചെയിൻ ആയിട്ട് കാണുന്ന DNA സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഷുഗർ ഡിയോക്സി റൈബോ ഷുഗർ ആയതുകൊണ്ട് പോളി ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ചെയിൻ എന്ന് നമ്മൾ DNA പറയും. ഇനി നമ്മൾ ടെക്സ്റ്റിൽ തന്നെ പറയുന്ന ഒരു വർക്ക്ഷീറ്റ് അവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ വർക്ക്ഷീറ്റ് നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം. വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഫില്ല് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ DNA സ്ട്രക്ചർ മനസ്സിലായെന്ന് മനസ്സിലാക്കാം. നോക്കൂ, നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഇൻ DNAയിലെ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ്. ആൻസർ 2. മോളിക്യൂൾസ് യൂസ് ടു മേക്ക് സ്ട്രാൻഡ് ഉണ്ടാക്കിപ്പെട്ടിരിക്കുന്ന മോളിക്യൂൾ ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ടാണ് സ്ട്രാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഷുഗർ പ്രത്യേകിച്ച് ചോദിച്ചാൽ ഡിയോക്സി റൈബോ ഷുഗർ നമുക്ക് പറയാം. മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് റങ്സ് ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂൾ. റങ്സ് നമുക്കറിയാം, അകത്ത് കാണുന്ന സ്റ്റെപ്പുകളാണ് റങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് നൈട്രജൻ ബേസസ് കൊണ്ടാണ്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസസ് DNA കാണുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നൈട്രജൻ ബേസ് ഏതൊക്കെയാണ്? അഡിനിൻ, ഗുവാനിൻ, തൈമിൻ ആൻഡ് സൈറ്റോസിൻ. ഇനി ഫോർമേഷൻ ഓഫ് റങ്സ് ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസസ്. നൈട്രജൻ ബേസിന്റെ പെയറിംഗ് വഴിയാണ് ആ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി മോഡ് ഓഫ് നൈട്രജൻ ബേസ് പെയറിംഗ് എങ്ങനെയാണ്? അഡിനിൻ വിത്ത് തൈമിൻ, ഗുവാനിൻ വിത്ത് സൈറ്റോസിൻ. ഇനി മോളിക്യൂൾസ് ഇൻ എ ന്യൂക്ലിയോടൈഡ്. ഒരു ന്യൂക്ലിയോടൈഡിൽ കാണുന്ന മോളിക്യൂൾസ് ഏതൊക്കെ? 3 തരം മോളിക്യൂൾസ് ആണ് ഒരു ന്യൂക്ലിയോടൈഡിൽ കാണുക. ഏതൊക്കെയാണ്? ഫോസ്ഫേറ്റ് കാണാം, ഷുഗർ കാണാം, പിന്നെ ഒരു നൈട്രജൻ ബേസും കൂടെ ചേർന്നാൽ ഒരു ന്യൂക്ലിയോടൈഡായി മാറി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. നിങ്ങൾ തെറ്റാതെ ആൻസർ എഴുതി മാർക്ക് വാങ്ങുക. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ടെക്സ്റ്റിൽ തന്നെ പറയുന്നത് സൈസ് ഓഫ് DNAയുടെ സൈസിനെ പറ്റി അവിടെ ഒരു ചെറിയ മെൻഷനിങ് ഉണ്ട്. ഒരു DNAയുടെ സൈസ് എന്താണെന്ന് പറഞ്ഞു. നോക്കൂ, ഇവിടെ നമുക്കറിയാം ഓരോ ക്രോമസോമിലും
ഓരോ ക്രോമസോമിലും ഓരോ DNA മോളിക്യൂൾ വെച്ച് കാണാം. ഇനി ആ ഒരു ക്രോമസോമില് DNA മോളിക്യൂളിന്റെ ആവറേജ് സൈസ് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്, അല്ലെങ്കിൽ ഇത് 5 സെന്റിമീറ്റർ എന്ന് പറയാം. അങ്ങനെ ഒരു ഹ്യൂമൻ സെല്ല് നമുക്ക് 46 ക്രോമസോംസ് കാണാം. 2n = 46 ക്രോമസോംസ് കാണാം. അപ്പൊ ആ മൊത്തം ക്രോമസോമിലെയും DNA നമ്മൾ മൊത്തത്തിൽ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അത് 6 feet ആയിരിക്കാം, അല്ലെങ്കിൽ 2 meters ആണ്. നോക്കുക, ഹ്യൂമൻ ബീയിങ്ങിലെ ഒരു സെല്ലിനകത്ത് കാണുന്ന ന്യൂക്ലിയസിലുള്ള 46 ക്രോമസോമിലെ DNA നമ്മൾ ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ചെറിയ അളവൊന്നുമല്ല, 2 meter ആണ് അതിന്റെ അളവെന്ന് പറയുന്നത്. ഇനി അതിന്റെ കൂടുതൽ എക്സാജറേഷൻസ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങില് ധാരാളം ട്രില്യൺ സെല്ലുകളുണ്ട്. ആ സെല്ലുകളുടെ എല്ലാം ന്യൂക്ലിയസിലെ ക്രോമസോമുകൾ എടുത്ത് അവയുടെ DNA നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നീളം എന്ന് പറയുന്നത് നോക്കൂ 67 ബില്യൺ മൈൽസ് ആയിരിക്കും. 67 ബില്യൺ മൈൽസ്. ആ DNA അത്രയും 67 ബില്യൺ മൈൽസ് നീളമുള്ള ആ DNA കൊണ്ട് ഭൂമിയെ 2 million ടൈംസ് ചുറ്റാം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കണക്ക് പറയുന്നത് ആ DNA ലെങ്തിൻ്റെ അറിയാനാണ്. നമുക്കിപ്പം മുന്നോട്ട് പോകുന്നതിനായിട്ട് നമ്മൾ ഒരു സെല്ലിൽ മാത്രം എടുക്കുക. 6 feet ആണ് ഒരു സെല്ലിനകത്ത് കാണുന്ന DNA, അല്ലെങ്കിൽ അത് 2 meter ആയിരിക്കും. അപ്പോൾ ഒരു സെല്ലിൽ 2 meter നീളമുള്ള DNA എങ്ങനെയാണ് ആ ന്യൂക്ലിയസിനകത്ത് ക്രോമസോമുകളിൽ ചുരുക്കി വെച്ചിരിക്കുന്നത്? നമ്മൾ അതിനെ പറയും പാക്കേജിങ് ഓഫ് DNA എന്ന് പറയും. ഇറ്റ്സ് കോൾഡ് പാക്കേജിങ് ഓഫ് DNA. DNA എങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു അതിന്റെ ചിത്രമാണ് നിങ്ങൾ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ചിത്രം നോക്കൂ, എങ്ങനെയാണ് DNA വളരെ ചുരുട്ടി ഒരു ക്രോമസോമിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതാ നോക്കൂ, DNA സ്ട്രക്ചർ ഇവിടെ കാണാം, മോളിക്കുലാർ സ്ട്രക്ചർ ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇതാ ഇനി ആ DNA കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ DNA സ്ട്രാൻഡ് ഇവിടെ വരുമ്പോൾ DNA സ്ട്രാൻഡായി, ഡബിൾ ഹെലിക്കൽ സ്ട്രാൻഡായി. ആ സ്ട്രാൻഡിനോടൊപ്പം ആ DNA നമുക്കറിയാം, DNA എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ആസിഡ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ്, നെഗറ്റീവാണ്. ആ നെഗറ്റീവായിട്ടുള്ള DNAയോടൊപ്പം പോസിറ്റീവായിട്ടുള്ള ഒരു ടൈപ്പ് പ്രോട്ടീൻ കമ്പൈൻ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ. അപ്പോൾ DNA ആസിഡിക്കാണ്, ആസിഡാണ്, അത് നെഗറ്റീവാണ്. അപ്പോൾ അതുമായിട്ട് കമ്പൈൻ ചെയ്ത് കാണുന്ന പോസിറ്റീവായിട്ടുള്ള പ്രോട്ടീൻ നമ്മൾ ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കൂ, ഹിസ്റ്റോൺ 4 തരം ഹിസ്റ്റോൺ കാണിച്ചിട്ടുണ്ട്. ഈ 4 തരം ഹിസ്റ്റോണുകൾ ഓരോന്ന് 2 വെച്ച്. അപ്പോൾ 4 types ഓഫ് ഹിസ്റ്റോൺ പ്രോട്ടീൻ ഇൻ 2 times എന്ന് പറയുമ്പോൾ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ. അപ്പോൾ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ. അപ്പോൾ ഇത് 4 എണ്ണം, അതുപോലത്തെ ഒരു 4 എണ്ണം കൂടി, അങ്ങനെ 8 എണ്ണം ചേർന്ന് ഒരു കോർ ആവുക. ഒരു കോറായിട്ട് ആ കോറിന് ചുറ്റും DNA ചുറ്റപ്പെട്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ചേർന്ന ഒരു ഒക്ടമർ, ഹിസ്റ്റോൺ ഒക്ടമർ, അതാണ് ഇവിടെ ലേബൽ ചെയ്തിരിക്കുന്നത്. നോക്കൂ, അപ്പോൾ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ചേർന്ന ഒരു കോർ, അതാണ് നമ്മളിവിടെ ഹിസ്റ്റോൺ ഒക്ടമർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ ഹിസ്റ്റോൺ ഒക്ടമറിന് ചുറ്റും DNA ഇങ്ങനെ ചുറ്റിയിരിക്കുക. ഒക്ടമറിന് ചുറ്റും ചുറ്റിയിരിക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയോസോം എന്ന് വിളിക്കും. ന്യൂക്ലിയോസോം. അപ്പൊ ഹിസ്റ്റോൺ ഒക്ടമറിനെ ചുറ്റി DNAയും കൂടെ വന്നു കഴിഞ്ഞാൽ ആ യൂണിറ്റിനെ പറയുന്ന പേര് ന്യൂക്ലിയോസോം എന്നാണ്. ആ ന്യൂക്ലിയോസോം ഇതല്ല ന്യൂക്ലിയോസോം, ന്യൂക്ലിയോസോം ഇതെല്ലാം ന്യൂക്ലിയോസോമുകളാണ്. അപ്പൊ ഈ ന്യൂക്ലിയോസോമുകൾ കോയിൽ ചെയ്യുന്നു. അവ വീണ്ടും കോയിലിംഗിന് വിധേയമാകുന്നുള്ള സൂപ്പർ കോയിലിംഗ് എന്ന് പറയും. ആ സൂപ്പർ കോയിലിംഗിന് ശേഷം അവ വീണ്ടും സോളിനോയിഡ് രൂപത്തിൽ ഇങ്ങനെ പ്രത്യേക രൂപത്തിൽ ഇങ്ങനെ ചുരുണ്ട് അവസാനം അവ എന്നായിട്ട് മാറുന്നു കണ്ടൻസ്ഡ് ക്രോമസോം ആമുകളായി മാറുന്നു. ഈ കണ്ടൻസ്ഡ് ക്രോമസോം ആമുകളെയാണ് നമ്മൾ ക്രൊമാറ്റിഡ് എന്ന് വിളിക്കുന്നത്. ക്രോമസോം ആമുകളെ നമ്മൾ ക്രൊമാറ്റിഡ്സ് എന്ന് പറയും. ഇവിടെ ക്രൊമാറ്റിഡ് 2 ക്രൊമാറ്റിഡ് കാണിച്ചിരിക്കുന്നു ബ്ലൂ കളറിൽ. ഈ ക്രൊമാറ്റിഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ സെന്റർ നമ്മൾ പറഞ്ഞ പേര് സെൻട്രോമിയർ എന്നാണ്. അപ്പോൾ ഒരു ക്രോമസോം എടുക്കുമ്പോൾ ക്രൊമാറ്റിഡുകളും കാണാം, സെൻട്രോമിയറും കാണാൻ പറ്റും. അപ്പം DNA ആയിരുന്ന, ഇപ്പം ആദ്യം DNA എന്ന് പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ നെഗറ്റീവാണ്. അത് പോസിറ്റീവായിട്ടുള്ള ഹിസ്റ്റോൺ പ്രോട്ടീനുകളുടെ 8 എണ്ണമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂക്ലിയോസോം എന്ന് പറയാം. ഈ ന്യൂക്ലിയോസോമുകൾ വീണ്ടും കോയിലിങ്ങിനും, ആ കോയിൽ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും സൂപ്പർ കോയിലിങ്ങിനും, പിന്നെ പലതരത്തിലുള്ള ഫോൾഡിങ്ങിന് ശേഷം അവ കണ്ടൻസ് ചെയ്ത്
ക്രൊമാറ്റിഡുകളായി മാറും. ആ ക്രൊമാറ്റിഡുകളെ സെൻട്രോമിയർ കൊണ്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവ ക്രോമസോമുകളായി മാറും. അപ്പോൾ അത് ഇവിടെ പറയുന്നു. ഈ ചിത്രത്തിലേക്ക് നയിക്കുന്ന ചോദ്യം, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ആൻഡ് ക്രോമസോം? നിങ്ങൾക്ക് ആദ്യം അറിയാം, ഈ ഡി എൻ എ ആദ്യം ന്യൂക്ലിയസിനകത്ത് കിടക്കുന്നത് ക്രൊമാറ്റിൻ റെറ്റിക്കുലമായിട്ടാണ്. പിന്നെ സെൽ ഡിവിഷന്റെ മുന്നോടിയായിട്ട് ഈ ഡി എൻ എ ഹിസ്റ്റോൺ പ്രോട്ടീനുകളുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ക്രോമസോം രൂപത്തിലായി മാറുന്നു. അതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. നിങ്ങളോട് ടെക്സ്റ്റിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നു. ആ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കണം. അവ നിങ്ങളെ റിവൈസ് ചെയ്യാൻ സഹായിക്കും. ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ക്രോമസോംസ്. ക്രോമസോമിന്റെ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്താണ്? ക്രോമസോമിന്റെ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ഡി എൻ എയും ഹിസ്റ്റോൺ പ്രോട്ടീനുമാണ്. ഡി എൻ എയും ഹിസ്റ്റോൺ പ്രോട്ടീനും കൊണ്ട്, അല്ലെങ്കിൽ ഡി എൻ എയും പ്രോട്ടീനും കൊണ്ടാണ് ക്രോമസോം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഹിസ്റ്റോൺ ആൻഡ് ന്യൂക്ലിയസ്. എന്താണ് ഹിസ്റ്റോൺ? ഇറ്റ്സ് കൈൻഡ് ഓഫ് പ്രോട്ടീൻ വിച്ച് ഈസ് പോസിറ്റീവ് ഇൻ നേച്ചർ. അപ്പോൾ പോസിറ്റീവ് നേച്ചറുള്ള ഒരു തരം പ്രോട്ടീനാണ് ഹിസ്റ്റോൺ. അവ എന്ത് ചെയ്യുന്നു? അവ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ചേർന്ന് ഒരു കോർ ഉണ്ടായിട്ട് ആ കോറിനെ ഡി എൻ എ സ്ട്രാൻഡ് കൊണ്ട് വൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ആ സ്ഫെറിക്കൽ യൂണിറ്റിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോസോം. ഫോർമേഷൻ ഓഫ് ക്രോമസോം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ന്യൂക്ലിയോസോം അടങ്ങുന്ന സ്ട്രാൻഡ് കോയിൽ ചെയ്യുന്നു, സൂപ്പർ കോയിലിംഗിന് വിധേയമാകുന്നു, പിന്നെ അവ ഫോൾഡ് ചെയ്തുകൊണ്ടാണ് അവ തിക്ക് സ്ട്രക്ചർ ക്രോമസോമായിട്ട് മാറുന്നത്. ഇനി ക്രൊമാറ്റിഡ് എന്താണ്, സെൻട്രോമിയർ എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്രൊമാറ്റിഡ് എന്ന് പറയുന്നത് കണ്ടൻസ്ഡ് ഡി എൻ എയും ഹിസ്റ്റോണും കൂടെ ചേർന്ന് കണ്ടൻസ് ചെയ്ത് കാണുന്ന ആ സ്ട്രക്ചറാണ് ക്രൊമാറ്റിഡ്, അല്ലെങ്കിൽ ക്രോമസോമിന്റെ ആമുകളാണ് ക്രൊമാറ്റിഡ് എന്ന് പറയുക. ആ ക്രൊമാറ്റിഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന സെന്റർ നമ്മൾ പറഞ്ഞ പേര് സെൻട്രോമിയർ എന്നാണ്. ക്ലിയർ ആയോ? നമുക്ക് മുന്നോട്ട് പോവാം. അടുത്തതാ, നമ്മളിപ്പോൾ ഡി എൻ എ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിക് ആസിഡിനെ പറ്റി മനസ്സിലാക്കി. അതാണ് ജീവികളിലെ പ്രധാനപ്പെട്ട ജനറ്റിക് മെറ്റീരിയൽ അതാണ്. ഇനി വേറൊരു ന്യൂക്ലിക് ആസിഡാണ് RNA. അതിന്റെ ഫുൾ ഫോം റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയും. RNA എന്താണ് RNAയുടെ പ്രത്യേകത? ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് സിംഗിൾ സ്ട്രാൻഡ്. RNA സിംഗിൾ സ്ട്രാൻഡ് ആണ്. ഇനി RNAയുടെ ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കിയിരിക്കുന്ന ഷുഗർ എന്ന് പറയുന്നത് റൈബോസ് ഷുഗർ ആണ്. റൈബോസ് ഷുഗർ ഡി എൻ എയിൽ ഡിയോക്സി റൈബോസ് ആണ്. അപ്പം ഈ റൈബോസ് ഷുഗറിനേക്കാൾ ഒരു ഓക്സിജൻ ആറ്റം കുറവായിരിക്കും ഡിയോക്സി റൈബോസ് ഷുഗറിൽ കാണുക. ഇനി ഇവിടെ നോക്കൂ, നൈട്രൈൻ ബേസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തൈമിന് പകരം ഇവിടെ കാണുന്നത് യുറാസിലായിരിക്കും. നമുക്ക് ഈ ടെക്സ്റ്റ് ഡയഗ്രത്തിലേക്ക് വരാം. നോക്കൂ, സിംഗിൾ സ്റ്റാൻഡായിട്ട് RNA കാണിച്ചിരിക്കുന്നത് ഇടതുവശത്ത് കാണാം. ഇതാ ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ടുള്ള സ്ട്രാൻഡ് അല്ലെങ്കിൽ ബാക്ക് ബോൺ ഇവിടെ കാണാം. ആ സ്റ്റാൻഡിൽ നിന്നും തള്ളി നിൽക്കുന്ന നൈട്രജൻ ബേസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ നോക്കൂ, ഷുഗർ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഷുഗറാണ്, ഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ ഷുഗറും ഫോസ്ഫേറ്റും, ഒരു ന്യൂക്ലിയോടൈഡിലെ ഷുഗറും അടുത്ത ന്യൂക്ലിയോടൈഡിലെ ഫോസ്ഫേറ്റും കൂടെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവ ഒരു നീണ്ട ഒരു സ്ട്രാൻഡായിട്ട് മാറുക. പോളിമറൈസേഷന്റെ ഭാഗമായിട്ട് ഫോസ്ഫേറ്റും ഷുഗറും തമ്മിൽ കണക്ട് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ കണ്ടിന്യൂസ് സ്ട്രാൻഡായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഷുഗറും ഫോസ്ഫേറ്റും തമ്മിലുള്ള ഒരു സ്ട്രാൻഡ് കാണാം. ഇതാ ഒരു വശത്തേക്ക് തള്ളി നിൽക്കുന്ന നൈട്രജൻ ബേസ് ഏതൊക്കെയാണ്? A ഫോർ അഡിനിൻ, U ഫോർ യുറാസിൽ, C ഫോർ സൈറ്റോസിൻ ആൻഡ് G ഫോർ ഗുവാനിൻ. ഇവിടെ നിങ്ങൾക്ക് ആരെ കാണാൻ കഴിയില്ല? യു കനോട്ട് സീ തൈമിൻ. RNAയിൽ തൈമിൻ ആബ്സെന്റ് ആണ്, DNA യുറാസിൽ ആബ്സെന്റ് ആയിരിക്കും, അവിടെ തൈമിൻ കാണാം. അപ്പൊ ഇതാണ് ഒരു RNAയുടെ പ്രത്യേകത. ഇനി RNA സാധാരണ 3 തരമുണ്ട്. 3 types of RNAs are there in a cell. Which are they? Let us see. നോക്കൂ, 3 തരം എന്ന് പറഞ്ഞു. ഒന്ന് mRNA, tRNA, then rRNA. ആദ്യത്തെ mRNA. എന്താണ് mRNA? മെസ്സഞ്ചർ RNA എന്നാണ് അതിന്റെ ഫുൾ ഫോം. മെസ്സഞ്ചർ RNA. അപ്പം ഒരു സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തേക്ക് മെസ്സേജ് കൊണ്ടുപോകുന്ന ഒരു തരം RNA ആണ് mRNA. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇനി tRNA എന്ന് പറയുന്നത് ട്രാൻസ്ഫർ RNA. ഒരു സാധനം വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന RNA, ഒരു പ്രത്യേക ഷേപ്പിൽ കാണുന്ന RNA ആണ്. ഇനി മൂന്നാമത്തെ rRNA എന്ന് പറഞ്ഞാൽ റൈബോസോമൽ RNA. അതൊരു സ്ട്രക്ചറൽ RNA ആണ്. റൈബോസോം എന്ന് പറയുന്ന സെൽ ഓർഗനൽ നിർമ്മിച്ചിരിക്കുന്നത് rRNA കൊണ്ടായിരിക്കും.
അപ്പോൾ ഇതാണ് 3 RNA. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പ്രോട്ടീൻ സിന്തസിസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 3 RNA പറ്റി നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പം ഈ ക്ലാസ്സിന്റെ അവസാനത്തെ പോർഷനിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് 2 ന്യൂക്ലിക് ആസിഡുകൾ നമ്മൾ കമ്പയർ ചെയ്യാൻ ടെക്സ്റ്റിനകത്ത് പറയും. ടെക്സ്റ്റിലെ തന്നെ ടേബിൾ ആണിത്. നോക്കൂ, ഒന്നാമത്തെ DNA, രണ്ടാമത്തെ RNA. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ആണ് നിങ്ങളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത്. DNA നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം 2 strands. DNA is made up of 2 strands. RNA only 1 strand മാത്രമേ കാണാൻ കഴിയും. അടുത്ത ചോദ്യം എന്താണ്? ടൈപ്പ് ഓഫ് ഷുഗർ മോളിക്യൂൾ. DNA നിങ്ങൾക്കറിയാം ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് DNA-യിലുള്ളത്. RNA-യിലാണെങ്കിലോ റൈബോസ് ഷുഗർ ആണ്, റൈബോസ് ഷുഗർ. അപ്പൊ ഡിയോക്സി റൈബോസിൽ റൈബോസ് ഷുഗറിനേക്കാൾ ഒരു ഓക്സിജൻ ആറ്റം കുറവായിരിക്കും. നൈട്രജൻ ബേസസ് നമ്മൾ ആദ്യമേ പറയുക, DNA-യിൽ മാത്രം കാണുന്ന നൈട്രജൻ ബേസ് ആണ് തൈമിൻ. RNA-യിൽ മാത്രം കാണുന്ന നൈട്രജൻ ബേസ് ആണ് യുറാസിൽ. അത് ആദ്യമേ നിങ്ങൾ ഓർമ്മിക്കുക. അപ്പം DNA-യിൽ മാത്രം നിങ്ങൾക്ക് തൈമിൻ കാണാം, RNA-യിൽ മാത്രം യുറാസിൽ കാണാം. ബാക്കി 3 നൈട്രജൻ ബേസ് സെയിം ആണ്. ഇവിടെ A കാണാം, ഇവിടെ A കാണാം. അഡെനിൻ, ഗുവാനിൻ, സൈറ്റോസിൻ. ബാക്കി 3 രണ്ടെണ്ണം സെയിം ആണ്. അപ്പോൾ DNA-യിലെ നൈട്രജൻ ബേസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം അഡെനിൻ, ഗുവാനിൻ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ. RNA നൈട്രജൻ ബേസ് ചോദിക്കുമ്പോഴത്തേക്ക് അഡെനിൻ, ഗുവാനിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ. കാര്യമായിട്ട് പറയാം. അപ്പോൾ ഈ ക്ലാസ്സിൽ ഈ 2 ന്യൂക്ലിക് ആസിഡിനെ പറ്റി നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.